സർക്കാർ സ്കൂളിൽ ഹിന്ദു വിദ്യാർത്ഥിക്ക് നിർബന്ധിത അറബി പഠനം. സംഭവം കോഴിക്കോട് കുറ്റ്യാടിയിലെ വട്ടോളി സർക്കാർ സ്കൂളിലാണ്. 6ാം ക്ലാസ്സുകാരനെ അധ്യാപകർ നിർബന്ധിച്ച് അറബി പഠിപ്പിച്ചുവെന്നാണ് പരാതി. താല്പര്യമില്ല എന്ന് പറഞ്ഞ കുട്ടിയോട് രക്ഷിതാക്കളുടെ സമ്മതപത്രം ഉണ്ട് എന്ന് അധ്യാപകർ കള്ളം പറഞ്ഞുവെന്നും കുടുംബം പറയുന്നുണ്ട്. AEOയ്ക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാൽ പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബം. ആദ്യം നിർണായകമായ പ്രതികരണത്തിലേക്ക് പോയതിനു ശേഷം അനക്കിയിലേക്ക്. ഞാൻ പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞ അച്ഛൻ്റെ അമ്മേന്റെ പേര് എഗ്രിമെന്റിൽ ഒപ്പുണ്ട്, അതെ പഠിക്കാന്നല്ലായിരുന്നു പറഞ്ഞു. പിന്നെ മോൻ വീട്ടിലെപ്പോഴാ ഇത് പറഞ്ഞേ? അന്ന് എനിക്ക് പിന്നെ ഒരു ടെസ്റ്റ് വന്നിരിക്കുന്നു. അന്നേരം അത് അച്ഛൻ്റെ അടുത്ത് കാണിച്ചു തരാം. അച്ഛൻ മനസ്സിലാക്കിയേ. ഞാനൊന്നും ചേർന്നില്ല. അച്ഛനമ്മേന്റെ എഗ്രിമെന്റിൽ ഒപ്പുണ്ട് മറ്റാ കാര്യം. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, അതായത് ആ കുട്ടി തന്നെ പറയുന്നുണ്ട് വീട്ടുകാരുടെ സമ്മതപത്രം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്. ഒന്നാമത് 6ാം ക്ലാസ്സുകാരനാണ്, എന്തായാലും കുടുംബം ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ പരാതി വന്നതോടുകൂടി ഈ സ്കൂൾ അധികൃതരുടെ എന്താണ് ഈ ഒരു വാദമെല്ലാം പൊളിഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. എന്താണ് അനഘ കുടുംബത്തിന് പറയാനുള്ളത്? എന്താണ് അവരുടെ പരാതിയിലുള്ളത്? അതായത് ഈ കുട്ടിയുടെ വട്ടോളി ഗവൺമെന്റ് UP സ്കൂളിനെതിരെയാണ് ഈ സ്കൂളിലെ കുട്ടിയുടെ രക്ഷിതാവ് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിൽ രക്ഷിതാവ് പറയുന്ന ഒരു കാര്യം, അതായത് തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ തന്റെ കുട്ടിയെ 5ാം ക്ലാസ്സുകാരനെ ഈ അറബി വിഷയം പഠിപ്പിച്ചു എന്നുള്ളതാണ് ഈ രക്ഷിതാവിന്റെ പരാതി. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ രക്ഷിതാവ് ഈ കുട്ടിയുമായി ഈ സ്കൂളിലേക്ക് എത്തി ഈ കാര്യം ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ നിന്ന് നൽകിയിട്ടുള്ള ഒരു മറുപടി, ആ ഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാന അധ്യാപകനും ഇത് പഠിപ്പിച്ച അധ്യാപികയും സ്കൂളിൽ നിന്ന് സ്ഥലം മാറിപ്പോയി. അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സ്കൂളിൽ നിന്ന് നൽകിയിരിക്കുന്ന വിശദീകരണം. എന്നാൽ രക്ഷിതാവ് തീർത്തു പറയുകയാണ്, തങ്ങൾക്ക് ഇത്തരത്തിൽ തങ്ങളുടെ അനുവാദമോ സമ്മതമോ ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് എന്നിട്ട് പോലും എന്തിനാണ് തങ്ങളുടെ കുട്ടിയെ ഈ അറബി പഠിപ്പിച്ചത്? കാരണം 2 വിഷയം പഠിക്കാം. ഒന്നുകിൽ അറബി അല്ലെങ്കിൽ സംസ്കൃതം. സ്വാഭാവികമായിട്ടും സംസ്കൃതമാണ് തെരഞ്ഞെടുക്കേണ്ടിയിരുന്നത്. പിന്നെ എന്തിനാണ് കുട്ടിയെ അറബി പഠിപ്പിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് രക്ഷിതാവ് ഉയർത്തുന്നത്. ഒരു ഘട്ടത്തിൽ പോലും രക്ഷിതാവിന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. സ്കൂളിൽ കുട്ടി കൊണ്ടുവന്ന ബാഗിൽ അറബി പുസ്തകം കണ്ടതിനെ തുടർന്നാണ് ഈ രക്ഷിതാവ് കുട്ടിയുടെ കാര്യം തിരക്കുന്നത്. അപ്പോഴാണ് കുട്ടി പറയുന്നത് താൻ അറബി പരീക്ഷ എഴുതിയിട്ടുണ്ട്, അറബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആ കുട്ടി രക്ഷിതാവിനോട് പറയുന്നു. ഉടൻ തന്നെ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടുന്നത് ഒരു സർക്കാർ സ്കൂളാണ്. പക്ഷേ സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന മറുപടി എന്ന് ഈ രക്ഷിതാവ് പറയുന്നത്, അതായത് അന്ന് പഠിപ്പിച്ച അധ്യാപകർ സ്ഥലം മാറിപ്പോയി, തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല എന്നൊക്കെയാണ് സ്കൂളിൽ നിന്ന് തരുന്ന വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രക്ഷിതാവ് ഈ സ്ഥലത്തെ AEOയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. AEOയ്ക്ക് പരാതി നൽകി 2 ആഴ്ച പിന്നിട്ടിട്ടും ഒരു നടപടിയും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. അതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ കുടുംബം. ശരി അനഘ, എന്തായാലും AEOയ്ക്ക് പരാതി നൽകിയിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ചില ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ സംരക്ഷിക്കണം? അതായത് കുട്ടി പറയുന്നു എനിക്ക് താല്പര്യമില്ല എന്ന്, അത് അടിച്ചേൽപ്പിക്കുകയാണ്. അതിന് പിന്നിലുള്ള ഒരു ചേതോവികാരം എന്താണ് നിർബന്ധം എന്നുള്ളത് മാത്രം മനസ്സിലാകുന്നില്ല. കുടുംബത്തിന് താല്പര്യമില്ല എന്ന് അവർ കൃത്യമായി പറയുന്നുമുണ്ട്. അതെ, അല്ല, താല്പര്യമുണ്ടെങ്കിൽ ആർക്കും ഏത് ഭാഷയും പഠിക്കാം. പക്ഷെ താല്പര്യമില്ലാത്തത് എന്തിനു അടിച്ചേൽപ്പിക്കണം? അതാണ് പ്രസക്തമാകുന്ന ചോദ്യം.